നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നന്നായി ആലോചിച്ച് ബുദ്ധിപരമായി തീരുമാനമെടുക്കുവാനുള്ള നിങ്ങളുടെ കഴിവുകളാൽ നിങ്ങൾക്ക് മികച്ച വിജയം നേടുവാനും നിങ്ങളുമായി സഹകരിക്കുന്നവരുടെ ബഹുമാനവും പ്രശംസയും ഏറ്റുവാങ്ങുവാൻ കഴിവുള്ളവരുമാക്കി തീർക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ബിസിനസ്സിനേക്കാൾ കൂടുതൽ ജോലിക്ക് പ്രാധാന്യം നൽകുന്നു. എന്നാൽ തന്നെയും ബിസിനസ്സായാലും ജോലിയായാലും മറ്റേത് കർമ്മരംഗങ്ങളായാലും നിങ്ങൾ ഉയർന്ന സ്ഥാനത്തായിരിക്കണമെന്നതാണ് തെളിഞ്ഞു കാണുന്നത്. നിങ്ങളുടെ മനസ്സ് സൂക്ഷ്മവും എന്തെങ്കിലും പഠിക്കുവാൻ എപ്പോഴും തയ്യാറായിരിക്കുകയും ചെയ്യുന്നതായാണ് തെളിയുന്നത്. നിങ്ങളുടെ ആരെയും ആകൃഷ്ടരാക്കുന്ന പെരുമാറ്റവും മനോഭാവവും തീർത്തും ബഹുമാനാർഹമാണ്. നിങ്ങളിൽ നിന്നും എല്ലാവർക്കും സന്തോഷവും സമാശ്വാസവും ലഭിക്കുന്നതായും നിങ്ങളുടെ കർമ്മങ്ങളിൽ അതീവ വേഗതയിൽ പ്രശസ്തിയും പുരോഗതിയും ആർജിക്കുവാനും അനുഭവ ഗുണങ്ങൾ സാധിക്കുന്നു എന്നാണ്. ഇനി നിങ്ങളുടെ കുടുംബ സാമൂഹിക രംഗങ്ങളിൽ സമ്പദ് ക്ഷേമ സമൃദ്ധികൾ വരുന്നതായാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ പിൽക്കാലത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തമായി ലക്ഷ്യം കരഗതമായി വരുന്നതായി മനസ്സിലാവുന്നു. കുടുംബത്തിനും അടുത്ത സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ ഏതു വിധത്തിലും നേടി വിജയിക്കുന്നതായാണ് കാണുന്നത്. നിങ്ങളുടെ സഹോദരങ്ങളുമായി നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹബന്ധം ഉള്ളതായി കാണുന്നു. സന്താനങ്ങൾക്കും വിദ്യാഭ്യാസത്തിലും തുടർന്ന് ജോലി കർമ്മരംഗങ്ങളിലും അത്യപൂർവമായ വിജയങ്ങൾക്കുള്ള അവസരങ്ങളാണ് കൈവരുന്നത്. കൂടാതെ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ഭാവിയിൽ ലഭിച്ചേക്കാവുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും ഉള്ള സഹകാരിണിയും ശുഭസുതാര്യമായ കളത്ര സ്വഭാവ ഗുണങ്ങളുള്ളവരാണെന്നുമാണ് കാണുന്നത്. ജീവിത പങ്കാളി നിങ്ങൾക്ക് എല്ലാ തരത്തിലും വളരെയധികം സഹകരിക്കുന്ന വ്യക്തിയായിട്ടാണ് മനസ്സിലാവുന്നത്. ഒരു പിന്തുടർച്ചക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പൂർവികരിൽ നിന്നോ മാതാപിതൃ സ്വത്തുക്കളോ ഭൂമിയോ കൈവശം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളി വളരെ ദയാലുവും നിങ്ങളെ ജീവിതത്തിലുടനീളം പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊത്തു ജീവിക്കുന്നവരും നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരുമായിരിക്കും. എന്നിരുന്നാലും അവർക്ക് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവഴിക്കുവാനുള്ള പ്രവണത ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. വരവ് ചിലവ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വിവാഹമോ മംഗളകർമ്മമോ നിങ്ങൾക്ക് തുടർകാലങ്ങളിൽ സാമ്പത്തിക വർധനവ് കൊണ്ടുവരുന്നതിനുള്ള കാരണമായി കാണുന്നുണ്ട്. ജോലി തേടുന്നവരാണെങ്കിൽ പുതിയ ജോലി നേടാൻ സാധ്യതയുള്ള സമയമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഈ വർഷം വളരെ അനുയോജ്യമായാണ് കാണുന്നത്. യാതൊരു തരത്തിലുള്ള താഴ്ചകൾക്കോ ആരോഗ്യകരമായ കാര്യങ്ങൾക്കോ യാതൊരുവിധ തടസ്സങ്ങളും വരുന്നില്ല. കാർഷിക ജല വ്യവസായ മേഖലകളിൽ ഏർപ്പെട്ടവർക്കും ഉചിതമായ സമയം തന്നെയാണ്. സ്വന്തം ഗൃഹനിർമ്മാണത്തിനുള്ള സ്ഥലവും വ്യാപാരം, വ്യവസായം, കൃഷി സംബന്ധമായുള്ള ആവശ്യങ്ങൾക്കുള്ള ഭൂമിയും ഇവർ വാങ്ങുവാൻ സാധ്യതയുള്ള സമയമായിട്ടാണ് കാണുന്നത്. എന്നാൽ തുടർ മാസങ്ങളിൽ കുടുംബാംഗങ്ങളുടെ രോഗാരിഷ്ടതകൾക്ക് വേണ്ടി അല്പം പണം ചിലവഴിക്കേണ്ടതായി വരുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതാണ്. ദാനധർമ്മ പ്രവൃത്തികൾക്കായി സ്ഥാപനങ്ങളോ സംഘടനകളോ മറ്റോ തുടങ്ങുവാനുള്ള അവസരമുണ്ടാകുന്നതായി കാണുന്നു. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലെല്ലാം തന്നെ തികച്ചും സുസ്ഥിരമായതും ഭാവിയിലെ ആവശ്യങ്ങൾക്കുതകും വിധത്തിലുമുള്ള നേട്ടങ്ങളാണ് നിങ്ങൾക്ക് കൈവരുന്നത്. അതുകൊണ്ട് തന്നെ മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായി കണക്കാക്കാവുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ പൊതുവെ എല്ലാവർക്കും തന്നെ മനസ്സമാധാനം, സന്തോഷം തുടങ്ങിയവ ഉണ്ടാകുന്നതാണ്.
കുടുംബത്തിലെ സ്ത്രീകൾക്കാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കുവാൻ വളരെ സാധ്യതയുള്ള സമയമാണ്. കൂടാതെ ഏത് രംഗത്ത് തന്നെയായാലും അവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നോ സന്താന സ്ഥാനത്തുള്ളവരിൽ നിന്നോ വളരെ അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. എന്നാൽ നിങ്ങളുടെ വളരെ അടുത്തുള്ളവരുമായോ ബന്ധുജനമിത്രാദികളുമായോ ഉള്ള വാദപ്രതിവാദങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാർ പ്രൈവറ്റ് ജോലിക്കാർക്ക് തങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നോ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നോ അതുമല്ലെങ്കിൽ മറ്റു മേഖലകളിൽ നിന്നുള്ള ഉന്നത വ്യക്തികളുടെ സഹായമോ സൗഹൃദമോ ലഭിക്കാവുന്ന സമയമാണിത്. കുടുംബത്തിലുണ്ടായിരുന്ന തർക്കങ്ങൾ, സൗന്ദര്യപ്പിണക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. മകരരാശിയിൽ അസുരഗണത്തിൽ വരുന്ന അവിട്ടം നക്ഷത്ര ജാതരിൽ ചിലർ പ്രതികാര ബുദ്ധി പ്രകടിപ്പിക്കുകയും കലഹമുണ്ടാക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അനേകം സുഹൃത്തുക്കൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടെ പെരുമാറുന്നത് വളരെയധികം ഗുണപ്രധാനമായിരിക്കും. ഇനി സാധിക്കുമ്പോഴെല്ലാം മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തി വിളക്കുകളിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് അഗ്നി തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണഫലങ്ങൾക്ക് സഹായകമാകുന്നു. അവിട്ടം നക്ഷത്രക്കാർ ചൊവ്വാപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ദേവി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദേവീ പ്രീതിക്ക് പൗർണമി വ്രതവും സുബ്രഹ്മണ്യ പ്രീതിക്കായി ഷഷ്ഠി വ്രതവും അനുഷ്ഠിക്കുന്നത് എല്ലാ തരത്തിലുള്ള ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും സർവാഭീഷ്ടസിദ്ധി പ്രാപ്തവുമാണ്. ജാതി മതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹമാണ്. ഈശ്വരാനുകൂലം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാണ്. 9, 18, 19, 29 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അശ്വതി, അത്തം, ഉത്രാടം, രോഹിണി, ചോതി, തിരുവോണം, മൂലം, പൂയം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് അവിട്ടം നക്ഷത്ര ജാതർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്ര ജാതരെ കൂടെ ചേർക്കാവുന്നതാണ്. 9 ആണ് അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. ചുവപ്പ്, ഓറഞ്ച് എന്നിവയാണ് ഭാഗ്യനിറങ്ങൾ. ചൊവ്വാഴ്ച ദിവസങ്ങൾ അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും
അവസാനത്തെ അത്താണി. അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.